ഹലോ, നമസ്കാരം. നമുക്കെല്ലാവർക്കും ദോശ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മസാല ദോശ. അപ്പോൾ ഞാൻ ഇന്ന് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്, കൂടെ ഒരു ഗ്രീൻ കോക്കനട്ട് ചട്നി. ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. ആദ്യത്തെ ഫില്ലിങ് കോമൺ ആയിട്ട് കിട്ടുന്ന പൊട്ടറ്റോ മസാല തന്നെയാണ്. അതിനായി അല്പം കടുകും ഉഴുന്നുപരിപ്പും ചുവന്ന മുളകും കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിയ ശേഷം 1 സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും ഒരു ചെറിയ സവാളയും ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് അതും ഒന്ന് ചൂടാക്കിയ ശേഷം ചെറുതായി അരിഞ്ഞ് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വേവിച്ച് ചെറുതായി ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും ഒരല്പം നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിങ് ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ചിലർക്ക് ഇത്തിരി ലൂസായ ഫില്ലിംഗ് ആയിരിക്കും ആവശ്യം. അങ്ങനെയുള്ളപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ ഫില്ലിങ്ങിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ രണ്ടാമത്തെ ഫില്ലിംഗ് റെഡിയാക്കുന്നത്. അത് ഇന്ത്യൻ കോഫി ഹൗസിൽ നമുക്ക് കിട്ടുന്ന ആ ഫില്ലിംഗാണ് ഞാൻ റെഡിയാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കിയ ആ ഫില്ലിങ്ങിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ചേർത്താൽ മതി. അതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കാം, എല്ലാം കൂടെ ഒന്ന് സെറ്റാകാനായിട്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ഇത്തിരി നാരങ്ങാനീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ മസാലയും റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഇനി ഒരു പനീർ മസാലയാണ്. അതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് അല്പം കടുകും ജീരകവും കൂടി പൊട്ടിയ ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളക് സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഒരു 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ ഇത്രയും കൂടി ചേർത്ത് അത് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് പനീർ ചേർക്കണം. അത് ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടാം, ഇല്ലെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ചേർക്കാം. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ഫില്ലിങ്ങും റെഡിയായി. അങ്ങനെ നമ്മുടെ 3 ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ചട്നി റെഡിയാക്കാം, ഒരു ഗ്രീൻ കോക്കനട്ട് ചട്നി. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ഒരു 2 സ്പൂൺ റോസ്റ്റഡ് ചന, അതായത് പൊട്ടുകടല എന്ന് പറയുന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പും ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ചട്നി റെഡിയായി. ഇനി ഇതിലേക്കൊരു 1/2 നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കടുകും കൂടി താളിച്ചൊഴിച്ച് നമ്മുടെ ചട്നി സെർവ് ചെയ്യാൻ റെഡിയായി. ഈ ചട്നി നല്ല ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. ദോശ നല്ല കനം കുറച്ച് വേണം വരുത്താനായിട്ട്. അതൊന്നായി വരുമ്പോൾ നമുക്കതിലേക്ക് നെയ്യോ എണ്ണയോ ഇങ്ങനെ തൂവി കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് ഫില്ലിങ് വെച്ച് ഇതിങ്ങനെ മടക്കിയെടുക്കാം. ഇനി ഇതിനെ ഹാഫായിട്ട് മടക്കിയെടുത്ത് ഒരിലയിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയത് നോർമൽ പൊട്ടറ്റോ മസാല ദോശയാണ്. ഇനി രണ്ടാമത്തെ ദോശയും ഇതുപോലെ കനം കുറച്ച് പരത്തി അതിലേക്ക് കോഫി ഹൗസ് ഫില്ലിങ് വെച്ച് തയ്യാറാക്കാം നമുക്ക്. നെക്സ്റ്റ് പനീർ മസാലയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യൂ.